കിളി മകളെ പാടുക മധുരം മനോജ്ഞം വാഴ്വിന്നപദാനഗീതികൾ സംഗീതാർദ്രം തഴുകി പുൽകിയുണർത്തുക ആരണ്യ നിശബ്ദവന്യതയെ അപങ്കിലം ശാന്തം പറയുവാനുണ്ടേറെ ഗൂഢം നിദ്രയിൽ മുതുമുത്തശ്ശി നിൻമുഖാംബുജി തെളിമത്തിടം തേജസ്സായി ജ്വലിക്കുന്നു ആദിമധ്യാന്തനേരുകൾ മഹാജ്ഞാനം ജനിതൊട്ട് മൃതിയോളം ഒട്ടേറെ തീർത്ഥയാനങ്ങളുടെ ശ്രാദ്ധസ്മരണയിരംഗം അഭിജ്ഞാനം കൺകോണിൽ. ജീവിച്ചിരിക്കുക എന്നത് തന്നെ ഒരു മഹാത്ഭുതമായി കരുതപ്പെടുന്ന ഒരു കാലം. മഹാവ്യാധികളും മഹാദുരന്തങ്ങളും ഒന്നിനു പുറകെ മറ്റൊന്നായി ആവർത്തിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു, പെയ്തൊഴിയാത്ത കാലവർഷം പോലെ. അതിനാൽ തന്നെ ബാക്കിയാവുന്നത് കണക്കെടുപ്പിനു പോലും അവസരം തരാത്ത ജീവഭയവും ചോദ്യങ്ങളും. പ്രപിതാമഹന്മാർ കൊതിതീരെ ജീവിച്ച് ഏറെ കരുതലോടെ പിൻതലമുറയ്ക്കായി ബാക്കി വെച്ച് പോയതാണിവിടം. അതിനാൽ തന്നെ വർത്തമാനകാല അഗ്നിപാത വെല്ലുവിളികൾക്ക് അവരെ കുറ്റപ്പെടുത്താൻ തുനിയുന്നത് നിരർത്ഥകം. ചരിത്രാതീത കാലം മുമ്പേ പ്രപഞ്ച സൃഷ്ടിയിലെ ഉന്നതകുലസ്ഥാനീയനായ മനുഷ്യനും പ്രകൃതിയും തമ്മിൽ ആരംഭിച്ചതും തുടർന്നു പോന്നിരുന്നതുമായ കൊടുക്കൽ വാങ്ങലുകളെല്ലാം തന്നെ നാഭീനാളി ബന്ധത്തിന്റെ ഉത്തുംഗ മൂല്യത്തിൽ അധിഷ്ഠിതമായിരുന്നു എന്നതും മാനവ വികാസ ചരിത്രത്തിലെ വെറും പാഴ്മൊഴി ചിന്തല്ല, സുവ്യക്ത യാഥാർത്ഥ്യമാണ്. ആഗോളതലത്തിൽ കാലാവസ്ഥാ മാറ്റം വലിയ തോതിൽ വന്നുകൊണ്ടിരിക്കുന്നു. നിരവധി ജൈവ രൂപങ്ങൾ ഓരോ നിമിഷവും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിനെ കൺസർവ് ചെയ്യുക എന്നുള്ളത്, കൺസർവേഷൻ ഓഫ് നേച്ചർ എന്നത് ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അതിനാൽ തന്നെ വർത്തമാനകാല തലമുറയ്ക്ക് ഒരേ സമയം ഭൂതകാലത്തോടും ഭൂമിയെയും പ്രകൃതിയെയും തീണ്ടിപ്പങ്കിലമാക്കാതെ കാലത്തോടും മല്ലിട്ടും അല്ലാതെയും കാലഹരണപ്പെട്ടവരോടും സമാനതകളില്ലാത്ത കടപ്പാടുണ്ട് എന്നതും അനിഷേധ്യമാണ്. കഥനത്തിനായുണ്ട് ഇതിഹാസങ്ങളും പറയാതെ പറയുകയാണരുമയായി തോരാ മഴ പോലെ പിന്നെയും പിന്നെയും വരദാനം വരപ്രസാദം മുതുമുത്തശ്ശി. 10 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് പരിണാമ പ്രക്രിയയിലൂടെ ഉദയം കൊണ്ട ആദിമാനവൻ വിശാല വന്യതയിൽ പടർന്നു പന്തലിച്ച സസ്യജന്തുജാലങ്ങളുമായി അത്രമേൽ അടുത്തിടപഴകിയാണ് അവന്റെ ജീവിതത്തിന്റെ ഹരിശ്രീ കുറിച്ചത് എന്നതും ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട സത്യം. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു ജീവിയുടെ ഇല്ലായ്മ മറ്റൊരു ജീവിയുടെ വളർച്ചയിലേക്ക് പോകും. ഇത് നമുക്ക് പ്രകൃതിയിൽ വളരെ സൂക്ഷ്മമായി നമുക്ക് എല്ലാ ജീവികളെക്കുറിച്ച് അറിയാൻ കഴിയില്ല. അതുകൊണ്ട് പരമാവധി ജീവരൂപങ്ങളെ നിലനിർത്തുക എന്നത് നമ്മുടെ ഒരു ലക്ഷ്യമാണ്. ഭൂമിയിലെ അനഘ സമ്പത്താണ് വനങ്ങൾ. മനുഷ്യ ജീവിതവുമായി വനം പരിസ്ഥിതിപരവും സാമ്പത്തികപരവുമായ ഒട്ടേറെ
പ്രത്യക്ഷ പരോക്ഷ സംവേദനത്താൽ ഏറെ ബന്ധിതമാണ്. ധാരാളം വൃക്ഷങ്ങളുണ്ടാവും, പലതരത്തിലുള്ള വൃക്ഷങ്ങൾ. അവ ഏറ്റവും നല്ല ഓക്സിജൻ പാർലർ പോലെ പ്രവർത്തിക്കുന്നതാണ്. കാർബൺ ഡൈ ഓക്സൈഡ് മുഴുവൻ വലിച്ചെടുത്ത് ഈ പ്രദേശത്ത് ഏറ്റവും നല്ല ശുദ്ധവായു ശ്വസിക്കാൻ മരങ്ങൾ നമുക്ക് പ്രദാനം ചെയ്യുകയാണ്. പ്രകൃതിയിലെ ജീവന്റെ ഹരിതകം അതിനാൽ തന്നെ സസ്യജാലങ്ങളാണ്, വനമേഖലയാണ്. ഇൻ സിറ്റു കൺസർവേഷൻ എന്ന് പറയും അതതിൻ്റെ ജന്മസ്ഥലത്ത് അതിനെ സംരക്ഷിക്കുക. അതതിൻ്റെ ജന്മസ്ഥലത്ത് സംരക്ഷിക്കുക എന്ന് പറഞ്ഞപ്പോൾ കേരളത്തിലെ ഇത്ര ആയുർവേദം കേരളത്തിൽ വന്ന എന്തുകൊണ്ടാണ്? കാരണം കേരളത്തിൽ ഇത്രയും ജൈവ വൈവിധ്യമുള്ളത് കൊണ്ടാണ്. ഭൂലോകത്ത് തീരദേശം ഉൾപ്പെടെ ഒട്ടുമിക്ക നിമ്നോന്നതങ്ങളും ഒരിക്കൽ വനനിബിഡമായിരുന്നെങ്കിൽ ജീവിത സുഖങ്ങൾക്കായി മനുഷ്യനൊക്കെയും വെട്ടിനശിപ്പിക്കുകയായിരുന്നു എന്നതും പാഠഭേദം. സാധാരണ ആളുകൾക്കും ഭരണം നടത്തുന്നവർക്കും അധികാരത്തിലുള്ളവർക്കും ഒന്നും ഇതിനെ പറ്റിയിട്ട് അറിവില്ലായ്മയാണ്, അല്ലാതെ വിരോധമൊന്നുമല്ല. ലോകത്ത് അങ്ങോളം ഇങ്ങോളമായി കാണുന്നതും വനങ്ങളെ പോലെ തന്നെ ഇന്ന് നാശോന്മുഖമാകുന്നതുമായ ചെറുതും വലുതുമായ കാവുകൾ വനങ്ങൾക്കൊപ്പം തന്നെ പ്രാധാന്യം കൽപ്പിക്കേണ്ട കുട്ടിവനങ്ങളാണ് എന്നതിൽ രണ്ടു മതമേയില്ല. വിശ്വാസത്തിൻ്റെ പേരിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന കാടാണ്, അല്ലെങ്കിൽ നിത്യഹരിത വനത്തിൻ്റെ ഒരു പതിപ്പാണ്, ചെറുപതിപ്പാണ് കാവ് എന്ന് പറയുന്നത്. ലോകത്തിൻ്റെ പല ഭാഗത്തും കാവുകളുണ്ട്. സ്വാഭാവിക വനങ്ങൾക്ക് വന്യവും അതിലേറെ ദിവ്യവുമായ ഒരു പരിവേഷം കൂടിയുണ്ട്. ഈ വകതിരിവിൽ നിന്നായിരിക്കണം പണ്ടേ കാവുകൾ ആരാധനാ സ്ഥലങ്ങൾ കൂടിയായി രൂപപ്പെട്ടത്. കാവുകളെല്ലാം പൂർണ്ണമായി വെട്ടിത്തെളിക്കപ്പെടാതെ നാമമാത്രമായെങ്കിലും ഭൂമുഖത്ത് അവശേഷിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം അവയൊക്കെ ആരാധനയുമായി കൂടി പണ്ടേ ബന്ധിക്കപ്പെട്ടതിനാൽ കൂടിയാകണം. വിശ്വാസമുള്ളത് കൊണ്ട് ആളുകൾ കാവ് സംരക്ഷിക്കുന്നു. എന്തർത്ഥത്തിലും ഞാൻ പറയുന്നത് വിശ്വാസത്തിൻ്റെ പേരിലാണെങ്കിലും ജൈവ വൈവിധ്യത്തിൻ്റെ പേരിലാണെങ്കിലും കാവുകൾ സംരക്ഷിക്കപ്പെടേണ്ടതാണ് എന്ന കാര്യത്തിൽ ശാസ്ത്രീയമായി ഒരു അഭിപ്രായ വ്യത്യാസവും ഉണ്ടാവേണ്ട കാര്യമില്ല. നിങ്ങളവിടെ ഒരു പൂജ നടത്തുന്നതുകൊണ്ടൊന്നും നമുക്ക് യാതൊരു വിരോധമില്ല. പക്ഷെ കാവ് സംരക്ഷിക്കപ്പെടണം എന്നുള്ളതാണ് പ്രശ്നം. സസ്യങ്ങളും സസ്യഭുക്കുകളും മാംസഭുക്കുകളും മിശ്രഭുക്കുകളും നിറഞ്ഞ ജീവലോകത്ത് അസംസ്കൃത പദാർത്ഥങ്ങളിൽ നിന്നും ആഹാരം നിർമ്മിക്കുവാനുള്ള കഴിവ് സസ്യജാലങ്ങൾക്ക് മാത്രം സ്വന്തമാണെന്ന അറിവ് പ്രകാശ സംശ്ലേഷണം എന്ന പ്രതിഭാസത്തെപ്പറ്റി ശാസ്ത്രം വിവക്ഷിക്കുന്നതിന് മുമ്പേ തന്നെ രൂപപ്പെട്ട പ്രാക്തന പ്രജ്ഞയാണെന്ന് കൂടി വിലയിരുത്തിയാൽ തെറ്റില്ല. ഈ കാവിൻ്റെ പരിസരത്തും ശുദ്ധമായ ഓക്സിജൻ കിട്ടുന്നത് കൂടാതെ ഒരു 3-4 കിലോമീറ്റർ ചുറ്റളവിലും എവിടെ കിണർ കുഴിച്ചാലും വെള്ളം കിട്ടുന്ന ഒരവസ്ഥയുണ്ട്. കാരണം ഇവിടെ അത്രയും വെള്ളം ഓരോ മഴക്കാലത്തും ഈ മണ്ണിൽ തന്നെ താഴുകയാണ്. അതോടൊപ്പം തന്നെ എല്ലാ ജീവജാലങ്ങൾക്കും ഈ കാവ് ഒരു സങ്കേതമാണ്. ഭാരതത്തിൽ കാവുകൾ പ്രധാനമായും ഹിന്ദുമത വിശ്വാസവുമായി ബന്ധപ്പെട്ടാണ് കിടക്കുന്നതെങ്കിലും ലോകത്തിന്റെ ഇതര ഭാഗത്ത് കാവുകൾ ഏതെങ്കിലും മതത്തിന്റെ ഭാഗമായി മാത്രം കാണാൻ കഴിയില്ലെന്ന വസ്തുത കൂടിയുണ്ട്. ആരാധനാക്രമങ്ങളിൽ പിന്നീട് മാറ്റം വന്നെങ്കിലും ആദ്യകാല ക്രിസ്തീയ ചരിത്രപ്രകാരം അബ്രഹാം മാമറിൽ ഓക്കുമരക്കൂട്ടത്തിൽ അൾത്താര സ്ഥാപിച്ചതായും യേശുക്രിസ്തു ആരാധന ചെയ്തിരുന്ന ഗെറ്റ്സ്മെയിനെ പൂർണ്ണീകരിച്ചതായും പറയപ്പെടുന്നു. അബ്രാഹം ദൈവത്തിന് ബലിയർപ്പിച്ച സ്ഥലമാണ് മാമ്രയുടെ ഓക്കുമരം. അത് ഉൽപ്പത്തിയുടെ പുസ്തകം 13-ാമത്തെ അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ദൈവം അബ്രാഹത്തിന് പ്രത്യക്ഷപ്പെടുന്നത് അബ്രാഹം മാമ്രയുടെ ഓക്കുമരത്തിന്റെ സമീപത്തായിരിക്കുമ്പോഴാണ് എന്ന് പറഞ്ഞുകൊണ്ട് 18-ാമത്തെ അധ്യായം 1-ാം വാക്യം അവതരിപ്പിക്കുന്നു. മാമ്രയുടെ ഓക്കുമരം എന്ന് പറയുന്നത് അക്കാലഘട്ടത്തിൽ, അബ്രാഹാമിന്റെ കാലഘട്ടത്തിൽ ദേവാലയങ്ങളൊന്നുമില്ല. ദൈവസാന്നിധ്യത്തെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള മാർഗങ്ങളായി മാമ്രയുടെ ഓക്കുമരം പോലെ ഉള്ള ഓക്കുമരങ്ങൾ ഉണ്ടായിരുന്നു. അന്നത്തെ കാലം ഗെത്സമനി എന്ന സ്ഥലം പഴയ നിയമത്തിൽ കൊടുത്തിട്ടില്ല. പക്ഷെ ആ പ്രദേശത്തിന് ഒലിവുമല എന്ന പേരിൽ, കെദ്രോൺ താഴ്വാരം ഒലിവുമല എന്ന പേരിലാണ് ആ സ്ഥലം പഴയ നിയമത്തിൽ അറിയപ്പെട്ടിരുന്നത്. അർമേനിയയിൽ ക്രിസ്ത്യാനികൾ ആരാധനയോടനുബന്ധിച്ച് മരങ്ങളിൽ തുണികൾ കെട്ടുകയും ആടിനെ കാവുകളിൽ ബലി കൊടുക്കുകയും ചെയ്തിരുന്നതായി സൂചനയുണ്ട്. ഏത് സ്ഥലത്തായിരുന്നാലും കർത്താവിശ്വമിശിഹായുടെ പീഡാനുഭവത്തെയും മരണത്തെയും രക്ഷാകര രഹസ്യങ്ങളെ കുറിച്ചുള്ള ഉത്ഥാനത്തെയും കുറിച്ചുള്ള ധ്യാനമായിരുന്നു അവരൊക്കെ നടത്തിയിരുന്നത്. ആദ്യകാല ഇറാനിൽ ഇസ്ലാം മതം പ്രചാരത്തിലായതിനു ശേഷവും വൃക്ഷങ്ങളെ ആരാധിച്ചിരുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. ഗോത്രവർഗങ്ങളേറെയുള്ള അഫ്ഗാനിസ്ഥാനിൽ
വിശാലമായ 150ഓളം കാവുകൾ സംരക്ഷിച്ചു പോരുന്നു. മനുഷ്യന്റെ ആദ്യ ജന്മസ്ഥലമായി കരുതപ്പെടുന്ന ആഫ്രിക്കയിൽ ഇപ്പോഴും തീണ്ടപ്പെടാതെ കാവുകൾ അവശേഷിക്കുന്നുണ്ട്. കിഴക്കൻ ആഫ്രിക്കയിലെ കിക്കുയു വർഗം കാവിലെ മൃഗു എന്നു പേരായ മരം പുണ്യമരമായാണ് ഇന്നും കണക്കാക്കുന്നത്. അതായത് ആദി ദ്രാവിഡ അല്ലെങ്കിൽ അതുപോലെയുള്ള ഗോത്ര സംസ്കാരങ്ങളുടെ ഒരു തുടർച്ച തന്നെയാണ് കാവുകൾ. കാരണം ഒരു പ്രദേശം, ആ പ്രദേശത്തെ കുറേ ജനങ്ങൾ, അവരുടെ വിശ്വാസങ്ങൾ, അവരുടെ ദൈവരൂപങ്ങൾ, അവരുടെ ആചാരങ്ങൾ, ഇതൊക്കെ സംരക്ഷിക്കുക എന്നത് അവരെ ഈ കാവുകളിലൂടെയാണ് സാധിച്ചിരുന്നത്. പ്രാകൃതമെങ്കിലും മഴയുണ്ടാകുവാനും കുട്ടികളുടെ ബാലാരിഷ്ടതകൾ മാറാനും ഇപ്പോഴും കിക്കുയു വംശജർ കാവുകളിൽ ആടുകളെ ഗുരുതി കൊടുക്കുന്നത് പതിവാണ്. പടിഞ്ഞാറൻ ആഫ്രിക്കയിലും കരുതലോടെ കാവുകൾ സംരക്ഷിക്കപ്പെടുന്നുണ്ട്. സിയറാലിയോയിലെ കാവുകൾ പരമ്പരാഗത ഔഷധ സസ്യങ്ങളുടെ വൻ കലവറയാണ്. ഐവറി കോസ്റ്റിലെ സെൻഫു മതവിശ്വാസികൾ കാവുകളിൽ ആരാധന കഴിക്കുന്നുണ്ട്. ഈജിപ്തിലും വടക്കൻ ആഫ്രിക്കയിലും ആരാധനാലയങ്ങളോട് ചേർന്ന് കാവുകളും പുഴകളും ഉണ്ടായിരുന്നതായി രേഖപ്പെടുത്തലുണ്ട്. സിംബാബ്വേയിലും തെക്കൻ ആഫ്രിക്കയിലും ഗ്രാമങ്ങളുടെ മുഖ്യ ആകർഷകങ്ങളായി കാവുകൾ സംരക്ഷിക്കുന്നു. ക്രിസ്ത്യാനിറ്റിക്ക് മുമ്പ്, ജൂതന്മാർക്ക് മുമ്പ് എല്ലാ സമൂഹത്തിലും ഈ കാവുകൾ ഉണ്ടായിരുന്നു. പാഗൻ എന്ന് പറയുന്നത് നമ്മൾ പറയുന്നത്, ആദി ദ്രാവിഡൻ നമ്മൾ മലയാളത്തിൽ ഇന്ത്യയിൽ പറയുന്നത് പാഗൻ, അതുപോലെയുള്ള ആളുകൾ എവിടെ ഉണ്ടായിരുന്നു? അവർ പ്രകൃതിയെ നേരിട്ട് ആശ്രയിച്ചിരുന്ന ആളുകളാണ്. അവർക്ക് അവരുടെ വിശ്വാസം അവരുടെ ജീവിതവുമായി നേരിട്ട് ബന്ധപ്പെട്ടതാണ്. പരലോകത്തെക്കുറിച്ചല്ല അവർ ചിന്തിച്ചിരുന്നത്. ഇന്നത്തെ കൃഷിയെക്കുറിച്ച്, മഴയെക്കുറിച്ച്, ഭൂമിയെക്കുറിച്ച്, ജൈവവൈവിധ്യത്തെക്കുറിച്ച് ചിന്തിച്ചിരുന്നവരാണ്. പശ്ചിമേഷ്യയുടെ പല ഭാഗങ്ങളിലും കാവുകൾ നിലനിന്നിരുന്നതായി സുമേറിയൻ ചരിത്രം വ്യക്തമാക്കുന്നു. നിത്യഹരിത പരിസ്ഥിതി നിലനിൽക്കുന്ന കാവുകളെല്ലാം തന്നെ വംശനാശ ഭീഷണി നേരിടുന്നതും പ്രത്യേക കാലാവസ്ഥയിൽ കാണുന്നതുമായ നിരവധി സസ്യ ജൈവ വൈവിധ്യങ്ങളാൽ സമ്പന്നമാണ്. പണ്ടുകാലത്ത് യൂറോപ്പും കാവുകളാലേറെ സമൃദ്ധമായിരുന്നുവെങ്കിൽ ഇവയിൽ ബഹുഭൂരിപക്ഷവും ഗ്രാമങ്ങളുടെ നഗരവൽക്കരണത്തെ തുടർന്ന് നാശോന്മുഖമായി. ഡെൽസ്, ലാമർ വംശജരും ജർമ്മൻകാരും റോമാക്കാരും കാവുകളിൽ പൂജ കഴിച്ചിരുന്നതായും ഓക്കുമരത്തെ ദിവ്യമരമായി കണക്കാക്കിയിരുന്നതായും സ്കോട്ടിഷ് നരവംശ ശാസ്ത്രജ്ഞൻ സർ ജെയിംസ് ജോർജ് ഫ്രേസർ അദ്ദേഹത്തിന്റെ ഗോൾഡൻ ബോ എന്ന പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഫ്രാൻസിലെ പല ഗോത്രക്കാരും കാവുകളെ ആരാധനാ ഇടങ്ങളാക്കിയിരുന്നുവെന്നും പറയപ്പെടുന്നു. ഓസ്ട്രേലിയയിലെ ആദിവാസികൾ കാവുകളിൽ ആത്മാക്കൾ കുടികൊള്ളുന്നുവെന്ന് വിശ്വസിച്ചിരുന്നെങ്കിൽ മധ്യ ഓസ്ട്രേലിയയിലെ ഡിയറി വർഗക്കാർ അവരുടെ മുതുമുത്തശ്ശന്മാരാണ് മരങ്ങളായി പുനർജനിക്കുന്നത് എന്ന വിശ്വാസത്തിൽ മരങ്ങൾ മുറിക്കുക പോലും ചെയ്തിരുന്നില്ല. വടക്കൻ ഏഷ്യയിലെ സൈബീരിയയിൽ ആളുകൾ പുരാതന കാലം മുതൽ കാവുകളിൽ ആരാധിച്ചിരുന്നു എന്നാണ് ചരിത്രം. ചൈനയിലെയും ജപ്പാനിലെയും തായ്ലൻഡിലെയും ബുദ്ധമത ക്ഷേത്രങ്ങളോടനുബന്ധിച്ചും കാവുകൾ കാണാം. തെക്കൻ ഏഷ്യ ലോകത്തെ ഇതര ഭാഗങ്ങളെ അപേക്ഷിച്ച് കാവുകളാൽ സമൃദ്ധമാണ്. ബംഗ്ലാദേശിൽ കാവുകൾക്കൊപ്പം ചില മരങ്ങളെയും ആരാധിച്ച് സംരക്ഷിച്ചു പോരുന്നു. ആഗ്രഹ സബലീകരണത്തിനായി പ്ലൂമെറിയൻ മരത്തിൽ തുണികൾ കെട്ടുന്നത് ഇവിടെ പതിവാണ്. ബംഗ്ലാദേശിൽ റെലിഗോസ മരമാണ് ഏറ്റവും പുണ്യമരമായി കണക്കാക്കുന്നത്. ആശ്രമങ്ങളും ക്ഷേത്രങ്ങളും ഏറെയുള്ള ശ്രീലങ്കയും കാവുകളാൽ സമ്പന്നം. ഹിമവാന്റെ പാർശ്വത്തിലെ നേപ്പാളിലും കാവുകൾ ഏറെയുണ്ടെന്നാണ് കണക്ക്. കാടിനകത്ത് എന്തെങ്കിലും ദൈവിക സങ്കല്പം, ഇപ്പോൾ അയ്യപ്പൻകാവ്, കാളികാവ്, അതുപോലെ ദുർഗ പ്രതിഷ്ഠയുള്ള സ്ഥലങ്ങൾ, ഇങ്ങനെയുള്ളൊരു സങ്കല്പം കൂടി വരുമ്പോഴത്തേക്കും ആ കാവ് ആരും നശിപ്പിക്കാതിരിക്കും. അതാണ് കാവ് തീണ്ടല്ലേ മക്കളെ എന്ന് നമ്മുടെ പഴമക്കാർ പറഞ്ഞിട്ടുള്ളത്. ഇന്ത്യയിൽ വടക്ക് ഹിമാലയം മുതൽ തെക്ക് കന്യാകുമാരി വരെയുള്ള പ്രദേശത്ത് ചെറുതും വലുതും കാലത്തെ അതിജീവിക്കാൻ ക്ലേശിക്കുന്നവയുമായ ഏകദേശം 14,000-ഓളം കാവുകൾ 55,000 ഹെക്ടർ സ്ഥലത്തായി ഉണ്ടെന്നാണ് ഏകദേശ കണക്ക്. എന്നാൽ ഭാരത സർക്കാരിനു കീഴിൽ പരിസ്ഥിതി മന്ത്രാലയം എന്ന തലക്കുറിയിൽ പരിസ്ഥിതി സംരക്ഷണ അജണ്ടയോടെ മന്ത്രാലയം ഉണ്ടെന്നിരിക്കെ കാലമേറെ ചെന്നിട്ടും ഔദ്യോഗിക സ്ഥിരീകരണം രാജ്യത്തെ കാവുകളുടെ കണക്കുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കാത്തത് ഖേദകരമെന്നേ പറയേണ്ടു. ഇന്നിപ്പോൾ കാവ് സംരക്ഷണത്തിന് നമ്മൾ നിയമമൊക്കെ ഉണ്ട്, പക്ഷെ അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. കാരണം ഭൂമിക്ക് മേലുള്ള ആർത്തി വളരെ കൂടുതലാണ്. ഗാരോയിലും ഖാസിക്കുന്നുകളിലും കൂർഗിൽ ദേവരക്കാടുകൾ എന്നറിയപ്പെടുന്ന കാവുകളും മദ്രാസ് പ്രസിഡൻസിയിലെ സേലം മേഖലയിൽ മലയോര കാവുകളും ചേലഗിരിയിൽ സ്വാമിക്കാടുകളും ഉണ്ടായിരുന്നതായി ബ്രിട്ടീഷ് ഇന്ത്യയിൽ വനങ്ങളുടെ ഇൻസ്പെക്ടർ ജനറലായിരുന്ന ബ്രാൻഡിഡിന്റെ രേഖപ്പെടുത്തലുണ്ട്. രജപുത്താനയിലെ വരണ്ട കാലാവസ്ഥയിൽ പോലും കാവുകൾ കാണപ്പെടുന്നതായും ക്ഷേത്രം പണികൾക്കല്ലാതെ ഈ കാവുകളിലെ മരങ്ങൾ മുറിക്കാറില്ലെന്നും ബ്രാൻഡിഡ് വ്യക്തമാക്കുന്നു.
ഖാസിയിലും ജയ്ഷാൻ കുന്നുകളിലും രാജസ്ഥാനിലെ ആരവില്ലിയിലും സർഗുജ, ഛന്ദ, ബസ്താർ തുടങ്ങിയ മധ്യ ഇന്ത്യയിലെ ഭാഗങ്ങളിലും കാവുകൾ കാണപ്പെടുന്നുണ്ട്. 1976 പ്രൊഫസർ മാധവ് ഗഡ്ഗിലും വർത്തകും ചേർന്ന് പൂർത്തിയാക്കിയ സർവേയിൽ പശ്ചിമഘട്ടത്തിന്റെ വടക്കേ അറ്റം മുതൽ തെക്കേ അറ്റം വരെയുള്ള പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന കാവുകളെപ്പറ്റി പരാമർശിച്ചിട്ടുണ്ട്. 300ഓളം പക്ഷികൾ കേരളത്തിലെ കാവുകളിൽ മാത്രം കാണുന്നുണ്ട്. അത് പലതും ഫോറസ്റ്റിൽ മാത്രം, വനഭൂമിയിൽ മാത്രം കാണപ്പെടുന്നു എന്ന് കരുതുന്ന പലതും നമ്മുടെ കാവുകളിലുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് പൂമ്പാറ്റകളുണ്ട്. കേരളവും കാവുകളാൽ സമ്പന്നമായിരുന്നു പണ്ടു മുതലേ. എന്നാൽ വനവിസ്തൃതിക്ക് കാലങ്ങളായി കുറവ് നേരിട്ടതുപോലെ തന്നെ കാവുകളുടെ വിസ്തൃതിയിലും വൻ ശോഷണം സംഭവിച്ചിട്ടുണ്ട് എന്നത് അവിതർക്കിതം. കേരള ഗവൺമെൻറ്റിൻ്റെ സയൻസ്, ടെക്നോളജി ആൻഡ് എൻവയൺമെൻറ്റ് എന്ന് പറഞ്ഞൊരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയുണ്ട്. അവരിലുള്ളവരാരും ഒക്കെ പൊളിറ്റിക്കൽ അപ്പോയിൻമെൻറ്റ്സ് ആയതുകൊണ്ട് സയൻറ്റിസ്റ്റ് ആയിരിക്കും, പക്ഷേ ഇത്തരം ചെടികളെ പറ്റിയും മറ്റും അറിയുന്ന ആളുകളല്ല അവർ വയ്ക്കുന്നത്. 19-ാം നൂറ്റാണ്ടിൽ കേരളത്തിൽ 30,000-ത്തിലധികം കുട്ടിവനങ്ങൾ ഉണ്ടായിരുന്നതായാണ് വിലയിരുത്തൽ. 1956 ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനം രൂപീകൃതമാകുന്ന ഘട്ടത്തിൽ 10,000-ത്തിലധികം കാവുകൾ ഇവിടെ അവശേഷിച്ചിരുന്നതായി 2015 വനവും പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട നിയമസഭാ സമിതിയുടെ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനം, കേരളം പോലൊരു സ്ഥലത്ത് ഈ വൈവിധ്യം നമുക്ക് സംരക്ഷിക്കപ്പെടാൻ എളുപ്പമാണ്. കാരണം നമ്മുടെ കാലാവസ്ഥ, നമ്മുടെ മണ്ണ്, നമ്മുടെ ഭൂപ്രകൃതി എല്ലാം തന്നെ ഇതിനെ കൺസർവ് ചെയ്യാൻ സഹായിക്കുന്നതാണ്. 54 ഏക്കർ സ്ഥലത്തായി വ്യാപിച്ചു കിടക്കുന്ന കാസർഗോഡ് ജില്ലയിലെ കമ്മാടൻ കാവാണ് വിസ്തൃതി അടിസ്ഥാനത്തിൽ കേരളത്തിലെ ഏറ്റവും വലിയ കാവ്. കാസർഗോട്ടെ ഇടയിലക്കാട് കാവ്, കണ്ണൂരിലെ ചിറയൻകാവ്, താഴേക്കാവ്, തെയ്യോട്ടുകാവ്, കൊട്ടിയൂരെ വടക്കേശ്വരം ക്ഷേത്രക്കാവ്, പെരുമ്പാവൂരെ ഇരിങ്ങൂർക്കാവ്, മാളയിലെ പാമ്പുമേക്കാട്ട് നാഗക്ഷേത്രത്തോടനുബന്ധിച്ചുള്ള കാവ്, തിരൂർ ആറോവനാട്ടെ ചന്ദനക്കാവ്, മണ്ണാർശാലയിലെയും വെട്ടിക്കോട്ടെയും നാഗക്ഷേത്രങ്ങളോടനുബന്ധിച്ചുള്ള കാവുകൾ, ചെങ്ങന്നൂർ താലൂക്കിലെ വള്ളിക്കാവ്, വെൺമണിയിലെ ഷാർങ്ങക്കാവ് എന്നിവ വിസ്തൃതിയാലും ജൈവ വൈവിധ്യത്താലും ശ്രദ്ധേയമായ കാവുകളാണ്. ഈ കാവുകളുടെ ഈ രൂപപരിണാമം എന്ന് പറയുന്നത്, കാവുകളെ ക്ഷേത്രമാക്കി മാറ്റുന്നത്, ആര്യവൽക്കരണം, സംസ്കൃതവൽക്കരണം എന്നൊക്കെ പറയുന്നത് നമ്പൂതിരിമാരൊക്കെ കൂടി ചെയ്യുന്നു എന്ന അർത്ഥത്തിലല്ല എന്ന് കാണേണ്ടത്. മറിച്ച് ഓരോ കൂട്ടായ്മയും കൂടുതൽ മെച്ചപ്പെട്ടതെന്ന് കരുതിയിട്ട് പണത്തിൻ്റെ സ്വാധീനം കൊണ്ട് വരുത്തുന്ന മാറ്റങ്ങളുണ്ട്. ഈ മാറ്റങ്ങളാണ് ഇന്ന് കാവുകളുടെ തനിമകൾ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നത്, പച്ചപ്പുകൾ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നത്. ഭാരതമെന്ന് പേരുകേട്ട ഭൂമേഖലയിൽ ആദിദ്രാവിഡ സംസ്കാരത്തിന്റെ ഭാഗമായി നിലനിന്നിരുന്ന പ്രകൃതി ആരാധനയുടെ ഭാഗമായാണ് കാവുകളെ വിശുദ്ധ ഇടമായി കരുതുന്ന സംസ്കൃതി രൂപപ്പെട്ടതെന്ന് പഠനങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു. കാവുകളിൽ നാഗാരാധനയും യക്ഷിയെയും മർദയെയും ചാത്തനെയും മറ്റും വെച്ചാരാധിക്കുന്ന രീതി ദക്ഷിണേന്ത്യയിൽ പ്രബലമായതും ഇതേ സംസ്കൃതിയുടെ ഭാഗമായി തന്നെ. എന്നാൽ ആര്യന്മാരുടെ വരവോടെ വൻതോതിൽ ക്ഷേത്രങ്ങൾ നിർമ്മിക്കപ്പെടുകയും കാവുകൾ പലതും ക്ഷേത്രങ്ങളായി പരിണമിക്കപ്പെടുകയുമായിരുന്നു. പണ്ട് കാവുകളെല്ലാം തന്നെ കാവുകളുടെ തനത് നാമത്തിലാണ് ഖ്യാതി നേടിയിരുന്നതെങ്കിൽ ഇന്ന് ക്ഷേത്രങ്ങളുടെ പേരിലാണ് കാവുകൾ അറിയപ്പെടുന്നത് എന്ന കാര്യവും ശ്രദ്ധേയം. തെയ്യമാടിയിരുന്ന കാവുമുറ്റങ്ങൾ പലതും ഇൻ്റർലോക്കൊക്കെ പാകി മനോഹരമാക്കിക്കൊണ്ടിരിക്കുകയാണ്. നനദുർഗയായിട്ടും നനദേവതകളായിട്ടും ജലദേവതകളായിട്ടുമൊക്കെ ആരാധിക്കപ്പെടുന്ന ദേവതകളുടെ ആരൂഢത്തിന് മുകളിൽ വലിയ കോൺക്രീറ്റ് നിർമ്മിതികൾ വരികയാണ്, മേൽപ്പന്തലുകളൊക്കെ വന്നിരിക്കുകയാണ്. മലബാറിൽ പണ്ടേ മുതൽ നിലനിന്നു പോന്നിരുന്ന തെയ്യക്കെട്ടും തെക്കൻ കേരളത്തിലെ അടവിയും പടയണിയുമെല്ലാം കാവുകളുമായോ കാവുകളോടനുബന്ധിച്ചുള്ള ക്ഷേത്രങ്ങളുമായോ ബന്ധപ്പെട്ട ആദിദ്രാവിഡ മൂലത്തിൽ അധിഷ്ഠിതമായ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ ആണ്. വിശ്വാസത്തിന്റെ പേരിൽ എവിടെയെങ്കിലും കാവുകൾ തീണ്ടപ്പെടാതെ അവശേഷിക്കുന്നെങ്കിൽ തെയ്യവും പടയണിയും അടവിയും പോലെയുള്ള പ്രാക്തന ആചാരങ്ങളോട് കേരള സമൂഹം അത്രമേൽ കടപ്പെട്ടിരിക്കുന്നു. അഴകിനോടെ വകകളിലേറെ വസേ
ദേശത്തിന്റെ ഭാഗമായ തുടിപ്പായ കാവുകൾ പ്രത്യക്ഷമായും പരോക്ഷമായും ഭൂവിഭാഗത്തിന്റെ പരിസ്ഥിതിയിൽ കാര്യമായ പങ്കുവഹിക്കുന്നതിനൊപ്പം അനേക ജീവജാലങ്ങളുടെ ആവാസ കേന്ദ്രമായും വർത്തിക്കുന്നുണ്ട്. ലാർവൽ ഫുഡ് പ്ലാന്റ്സ്, അവയുടെ ലാർവകളുടെ ഭക്ഷ്യസസ്യങ്ങൾ സമൃദ്ധമായിട്ട് വളരുന്നത് നമ്മുടെ കാവുകളിലാണ്. അതുകൊണ്ടാണ് നമ്മുടെ ശലഭ വൈവിധ്യങ്ങളുടെ, ഗ്രാമത്തിലെ ശലഭ വൈവിധ്യത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് കാവുകളിലെ വ്യത്യസ്തമായിട്ടുള്ള സസ്യങ്ങളാണ് എന്ന് പറയേണ്ടി വരും. അത്യപൂർവ ഔഷധ സസ്യങ്ങളുടെ നിലവറ കൂടിയാണ് കേരളത്തിലെ കാവുകൾ. ഇപ്പോൾ നമ്മൾ പറയാറുണ്ട് എല്ലാ കാവുകളിലും ഒരു കാഞ്ഞിരം ഉണ്ടാകുമെന്ന്. ഒരു ഉദാഹരണം, കാഞ്ഞിരം മണ്ണിൽ നിന്ന് ഒരുപാട് വിഷം വലിച്ചെടുക്കുന്ന സാധനം. അത് മറ്റ് മണ്ണിനെ ശുദ്ധീകരിക്കുന്നതാണ്. അപ്പോൾ മണ്ണിനെ ശുദ്ധീകരിക്കുന്നു, ജൈവ സസ്യ വൈവിധ്യം സംരക്ഷിക്കുന്നു. ഇതിനൊക്കെ വേണ്ടിയാണ് കാവുകൾ നമ്മൾ സംരക്ഷിച്ചിട്ടുള്ളത്. കാവകങ്ങൾ നല്ല നീർവാഴ്ചയുള്ളതും ഈർപ്പമുള്ളതുമായതിനാൽ കാവുകളെ നീർമറി പ്രദേശങ്ങളായും കരുതിപ്പോരുന്നു. പല കാവുകളും അരുവികളുടെയും നീർച്ചാലുകളുടെയും ഉത്ഭവ കേന്ദ്രങ്ങൾ കൂടിയാണ്. കർണാടകയിലെ കൃഷ്ണാനദിയുടെ പോഷക നദിയായ ഭീമയുടെ ഉത്ഭവം പൂന ജില്ലയിലെ 700 ഹെക്ടർ വരുന്ന കാവാണ്. മലബാറിലേതടക്കം കേരളത്തിലെ ഒട്ടേറെ നദികൾക്ക് വേനൽക്കാലത്തും നീരുറവ ചുരത്തുന്ന ഒട്ടേറെ കാവുകളുണ്ട് എന്നത് പ്രപഞ്ച സത്യം. കേരളത്തിലെ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന 41 നദികളിൽ 19 എണ്ണവും കണ്ണൂർ കാസർഗോഡ് ജില്ലയിലാണ്. ഇവയിൽ പലതും നദികളെന്ന് പറയാൻ മാത്രം വീതിയും നീളവും ഉള്ളതല്ല. വേനൽക്കാലത്തൊക്കെ വറ്റുന്നതാണ് പലതും. പക്ഷെ വേനലിൽ പോലും അല്പമെങ്കിലും വെള്ളം എത്തിക്കുന്നത് ഇത്തരം നദികളിൽ കാവുകളിൽ നിന്ന് ഉറവയെടുക്കുന്ന ചില കൈവഴികളാണ്. അപൂർവ സസ്യജന്തുജാലങ്ങൾക്ക് അഭയമേകി പ്രാന്തപ്രദേശങ്ങൾക്ക് കുളിർമ പകർന്ന് മഴവെള്ളം സംഭരിച്ച് സമീപത്തെ കുളങ്ങളിലും കിണറുകളിലും നീർച്ചോലകളിലും ജലവിധാനം നിലനിർത്തി നാടിനെ കാക്കുന്ന കാവുകൾ ഏത് നാടിൻ്റെയും നിധിയാണ്, വരദാനമാണ്. കണ്ണൂർ ജില്ലയിലെ തെയ്യോട്ടുകാവിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒരു കൈവഴിയാണ് കൗവായി പുഴയിൽ വേനലിനും അല്പമെങ്കിലും വെള്ളം എത്തിക്കുന്നത്. 54 ഏക്കറോളം വിസ്തീർണമുള്ള കമ്മാടൻകാവിൽ നിന്ന് 5 ചെറു കൈവഴികൾ ഉത്ഭവിക്കുകയും കാര്യങ്കോട് പുഴയിൽ വെള്ളം എത്തിക്കുകയും ചെയ്യുന്നുണ്ട്. കോളനിവൽക്കരണം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒട്ടേറെ പരീക്ഷണങ്ങൾക്ക് നാന്ദി കുറിച്ചു. ഇതോടെ വനങ്ങളും കുട്ടിവനങ്ങളും ശോഷിച്ചു തുടങ്ങി എന്നതാണ് വാസ്തവം. വലിയ പ്രദേശത്ത് നമ്മൾ കൃഷി ചെയ്യുമ്പോൾ നമുക്ക് ഏകവിളത്തോട്ടങ്ങളിലേക്ക് നമ്മൾ പോകും, നമുക്കിഷ്ടമുള്ള ചെടികളിലേക്ക് പോകും. അപ്പോൾ മറ്റ് ചെടികൾക്ക്, ജീവികൾക്ക് നിലനിൽക്കാൻ വേണ്ട ഒരു ആവാസ വ്യവസ്ഥ സൃഷ്ടിക്കലാണ് കാവ്. ഇതിനു പുറമെ ലോകം അത്യാവേശപൂർവ്വം നെഞ്ചേറ്റിയ വ്യാവസായിക വിപ്ലവവും അതിന് അനുബന്ധമായി വന്ന ലോകക്രമത്തിലെ മാറ്റങ്ങളും ഭൗതിക പ്രപഞ്ചത്തിന്റെ തന്നെ നിത്യനിദാനങ്ങളെ പരസ്യമായി വെല്ലുവിളിച്ചു. കാലാവസ്ഥാ മാറ്റം പോലെയുള്ള വലിയ ദുരന്തങ്ങളെ മറികടക്കുന്നതിന് മരങ്ങൾ എത്ര പ്രധാനമാണ്, ജൈവവൈവിധ്യം എത്ര പ്രധാനമാണെന്ന് നമുക്കറിയാം. ചില ജീവിവംശങ്ങളെ നമ്മൾ സംരക്ഷിക്കേണ്ടതുണ്ട്, കൺസർവേഷൻ എന്ന് പറയുന്നത്. മൂന്നാമത്, നമുക്ക് ഒരുപക്ഷെ അറിയില്ല, ചില ജീവിരൂപങ്ങൾ, സസ്യരൂപങ്ങൾ ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതം മറ്റു ചില വൈറസുകളോ ജീവികളോ വളർന്നു വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ തീർച്ചയായും അത് നമ്മെ ഇപ്പോൾ കൊറോണ പോലെയുള്ള വിഷയങ്ങളിൽ നമുക്ക് വരാനുള്ളൊരു സാധ്യതയുണ്ട്. ഇതൊക്കെ വളരെ സൂക്ഷ്മമാണ്. ഭൂമിയും പ്രകൃതിയും ചേർന്ന് രൂപപ്പെടുത്തിയ വിശ്വപ്രകൃതിയുടെ സന്തുലിതവും അതിലേറെ കൗതുകകരവുമായിരുന്ന രാസപ്രക്രിയയുടെ സുഗമപൂർണതയ്ക്ക് വന്ന നേർവിഘ്നങ്ങൾ ഒരേ സമയം അനുപൂരകങ്ങളായി വർദ്ധിച്ചു വന്ന വിവിധ ഘടകങ്ങളെ, പ്രത്യേകിച്ച് ഭൂഗോളത്തിലെ ജീവസന്ധാരണത്തിന് അത്യന്താപേക്ഷിതമായ സത്യങ്ങളെ നാനാവിധമാക്കി എന്നത് ഇന്ന് സുവ്യക്തം. ഏതായാലും കാവുകൾ സംരക്ഷിക്കുക എന്നത് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ജൈവ വൈവിധ്യ സംരക്ഷണത്തിന് സാധ്യതയുള്ളതാണ്. ബയോഡൈവേഴ്സിറ്റി ബോർഡ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം നമുക്കുണ്ട്. അവരുടെയൊക്കെ ഏറ്റവും പ്രധാന മുൻഗണനയാവേണ്ടത് കാവുകളുടെ സംരക്ഷണമാണ്. മുന്നറിയിപ്പുകളും ദുസ്സൂചനകളും കൊടുംവേനലിൻ്റെയും മഹാപ്രളയത്തിൻ്റെയും കൊടും ശൈത്യത്തിൻ്റെയും ഭൂകമ്പങ്ങളുടെയും രൂപത്തിൽ വീണ്ടെടുപ്പിൻ്റെ ഭാഗമായി പ്രകൃതിയും വസുന്ധരയും ഒന്നല്ല പലയാവർത്തി നൽകിയതാണ്. അപ്പോഴും കുശാഗ്രബുദ്ധിയോടെ കുൽസിത ശ്രമങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. നവമാനവൻ ഇതോടെ കാലഗതി മറ്റൊന്നാവുകയായിരുന്നു. ഇന്ന് വിശ്വാസത്തിൻ്റെ പേരിൽ തന്നെയാണ് കാവുകൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് സർപ്പക്കാവുകൾ ഓരോ ദിവസവും പുതിയ പുനഃപ്രതിഷ്ഠയുടെയൊക്കെ പേരിൽ അതിനെ ആവാഹിച്ച് ഒഴിപ്പിച്ചിട്ട് നീക്കുന്നതിൻ്റെയൊക്കെ പേരിൽ നശിപ്പിക്കപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ക്ഷേത്രങ്ങൾ, തെയ്യക്കാവുകളൊക്കെയും
ക്ഷേത്രങ്ങളായിട്ട് മാറുന്നുണ്ട്. കാവുകളൊക്കെ ക്ഷേത്രവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ജ്ഞാനതൃഷ്ണയോടെ ആരംഭിച്ച അശ്വമേധത്തിലൂടെ സ്വായത്തമാക്കിയ ബ്രഹ്മാസ്ത്രങ്ങളൊക്കെയും സ്വരക്ഷയ്ക്ക് അല്ലെങ്കിൽ സ്വകുലം മുടിയാതെ കാക്കാൻ മതിയാകാതെ വരുന്നു ഇന്ന് മനുഷ്യന്. ആത്മരക്ഷയ്ക്കായി പ്രപഞ്ചം തീർത്ത പ്രതിരോധ അക്ഷൗഹിണിയിൽപ്പെട്ട് സ്വരക്ഷ പോലും സ്വപ്നമായ ഘട്ടത്തിൽ അനിവാര്യമായ ഒരു തിരിച്ചുപോക്കിന്റെ സാധ്യതകൾ ആരാഞ്ഞ് പുനർജനി തേടേണ്ട കാലമായിരിക്കുന്നു. ദുരന്തബാക്കികൾ ശേഷിക്കുന്ന കനിവോടെ വെച്ചു നീട്ടുന്ന കാലിക പ്രജ്ഞയാണിത്. കുലത്തിന്റെയും ലോകത്തിന്റെയും അമരത്വത്തിനായി ദുരന്തമഥനങ്ങൾക്കിടയിൽ ഉയർന്നുവന്ന അമൃതകുംഭമായ നിലനിൽപ്പാധിഷ്ഠിത വകതിരിവുകളെ, ആത്മജ്ഞാനത്തെ നെഞ്ചേറ്റി വേണം ഇനിയുള്ള പ്രഭാതങ്ങളെ നരവർഗം എതിരേൽക്കേണ്ടത് എന്ന് തന്നെയാണ് കാലം ആവശ്യപ്പെടുന്നത്. മുമ്പ് എത്രയോ വട്ടം ദുരന്തമുഖങ്ങളെ സാക്ഷിയാക്കിയെടുത്തതും അതിവേഗം വിസ്മൃതി ചെപ്പേടിൽ അടച്ചതുമായ വ്യർത്ഥപ്രതിജ്ഞകളല്ല നിലനിൽപ്പിനാവശ്യമെന്ന് വൈകിയെങ്കിലും മഹാജ്ഞാനമാകേണ്ടിയിരിക്കുന്നു. ശേഷിക്കുന്ന കാവകങ്ങളും കുളങ്ങളും കാന്നവും കടലുമെല്ലാം പൂർവ്വസൂരികൾ വരും തലമുറയ്ക്കായി കരുതലോടെ കൈമാറിയതുപോലെ പങ്കിലമാക്കാതെ തീണ്ടാതെ കാത്തു സൂക്ഷിക്കുകയാണ് മനനം ചെയ്യാൻ ശേഷിയുള്ളവൻ എന്ന അർത്ഥത്തിൽ മാനവൻ എന്ന നാമം സ്വായത്തമാക്കിയവർ ചെയ്യേണ്ടത്. ചേലാഞ്ചലത്തിൽ പിടിച്ചു നടന്നോരും ജീവസന്ധാരണ ഭൂമിക അത്രമേൽ നിരുപമം ജീവരക്തമായി ചുരത്തിയ തെളിനീരുറവകൾ മാതൃവാത്സല്യ സമൃദ്ധം ഉദാത്തം ആദ്യാക്ഷരങ്ങളും തോന്യാക്ഷരങ്ങളും കോറാനിടം നൽകിയ നിൻവിശാല ഛായാതടങ്ങളും രാപ്പകലുകൾ കാട്ടി കിനാവു കാണാൻ പഠിപ്പിച്ച സമൃദ്ധ നികുഞ്ച ശീതള ധാരാളിത്ത ശയ്യകളും ആർദ്ര ചിന്തകളിൽ കുളിർപ്പെയ്ച്ച വനജോത്സനാലാസ്യവും മറക്കാവതെങ്ങനെ നീ ഞാനാകുന്ന ജന്മസുകൃതം പോ